ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോവക്ക വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. നമുക്ക് ചോറിന്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണം. എന്നാലേ ഞാൻ ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം നിങ്ങൾക്ക് മനസ്സിലാവുള്ളേ. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അതിന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി ഓളൊന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് കോവക്കക്കറി ഉണ്ടാക്കിയെടുക്കണം എങ്ങനെ നോക്കാം. അപ്പൊ ഞാനിതാ കോവക്കക്കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളി വലിയ തക്കാളി ആണെങ്കിൽ ഒന്നെടുത്താൽ മതി കേട്ടോ. ഞാൻ ഇപ്പൊ ഇവിടെ എടുത്ത തക്കാളി ചെറുതായത് കൊണ്ടാണ് അവിടെ 2 എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതാ 2 പച്ചമുളകും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളകിന്റെ ഭംഗി നോക്കണ്ട കേട്ടോ. ഭംഗി ഇല്ലെങ്കിലും നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കണ മുളകിന്റെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയിട്ട് കുറച്ചിട്ടൊക്കെ എടുക്കുക കേട്ടോ. പിന്നെ ഇതാ 2 തണ്ട് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട്. നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ള കറിവേപ്പിലാണ് കേട്ടോ. പിന്നെ ഇത് അതുപോലെ കുറച്ച് കോവക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു 10 കോവക്കാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 10 കോവക്ക എടുത്തിട്ടുണ്ട്. 10 കോവക്ക തന്നെ മതിയാവും കേട്ടോ നല്ലൊരു കറി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കോവക്ക എടുക്കുമ്പോൾ കുറെ കൂടുതലായിട്ട് എടുക്കരുത് കേട്ടോ, അപ്പം കറി ടേസ്റ്റ് ഉണ്ടാവൂലേ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ ഞാൻ എന്താ ഇവിടെ മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കി എടുക്കുന്നത്. നമ്മൾ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിൽ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനത്തെ കറിക്ക്. അപ്പൊ ഞാൻ എന്താ കോവക്ക നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ എടുത്തിട്ടുള്ളതാണ്. നമുക്കത് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ എന്താ ഈ രീതിക്കാണ്ടോ കോവക്ക കട്ട് ചെയ്തിട്ട് എടുക്കണത്. നമ്മൾ ഒഴിച്ച് കറി ഉണ്ടാക്കി എടുക്കുമ്പോൾ ഇതുപോലെ വേണം കേട്ടോ കോവക്ക കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പൊ ഞാൻ എന്താ ഇവിടെ കോവക്ക മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നീളത്തിലൊന്ന് മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ കുറെ ലോങ് ആയി പോകും വിചാരിച്ചിട്ട് കേട്ടോ മുഴുവനും കട്ട് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാൻ. നമുക്ക് അടുത്തത് സവാളയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ ഞാൻ എന്താ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി സവാളയും ഇതുപോലെ തന്നെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ. പിന്നെ ഇതാ കോവക്ക എടുക്കുമ്പോൾ നിങ്ങൾ പച്ച കോവക്ക എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ള കോവക്ക ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട്. നിങ്ങൾ എടുക്കണ കോവക്ക നല്ല പച്ച കോവക്ക ഉണ്ടെങ്കിൽ അത് എടുക്കുക കേട്ടോ ഒന്നും കൂടി നല്ലത്. അപ്പൊ ഞാൻ എന്താ സവാളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും കൂടി ഇതുപോലെ ഒന്ന് നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇഞ്ചിയും തക്കാളിയൊക്കെ ഇതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പൊ ഞാനിതാ വെജിറ്റബിൾസ് ഒക്കെ മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക കേട്ടോ. നമ്മളെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാനും പിന്നെ അതിലത്തെ വെള്ളം ഒന്ന് ഇറങ്ങി വരാനും വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ ചെയ്തെടുക്കണത്. നമുക്ക് ഇതിലേക്കുള്ള പൊടികളും ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എന്താ ഇതിലേക്ക് 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ടേ. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളൊക്കെ കോവക്കയ്ക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ എന്താ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാ വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സാധാ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്താ വെള്ളം ഇതുപോലെ നമ്മളെ വെജിറ്റബിൾസിന്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇടക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പൊ ഞാൻ എന്താ ഇപ്പൊ 2 പ്രാവശ്യം ഇതുപോലെ തുറന്ന് നോക്കിയിട്ട് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കേട്ടോ. അപ്പൊ നമ്മളെ കോവക്കയില് വെള്ളമൊക്കെ ഒന്നും കൂടി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ല നന്നായിട്ട് ഇന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കോവക്ക ഒന്നും കൂടി വേവാണ്ടിട്ടോ. അപ്പൊ ഞാൻ എന്താ ഒന്നും കൂടി അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കണ്ടേ. നമുക്ക് ഈ കോവക്ക വേകുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം കേട്ടോ. അപ്പൊ ഞാൻ എന്താ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ചൊരു 1/4 കപ്പ് തേങ്ങ ചിരവിരുന്ന് ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ നമ്മൾ തേങ്ങ അരക്കുമ്പോൾ ഇതിലേക്ക് തേങ്ങ മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളേ. ഉള്ളിയും ജീരകമൊന്നും ചേർത്ത് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ എന്താ തേങ്ങ മുഴുവനായിട്ട് മിക്സർ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പാകത്തിന് വെള്ളം കൂടി നൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണേ. നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് അരിഞ്ഞ് കിട്ടണം കേട്ടോ തേങ്ങ. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറെ കൂടി പോരുത് കേട്ടോ. കുറെ കൂടി പോയാൽ തേങ്ങ അരിഞ്ഞ് കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാൻ എന്താ അവിടെ തേങ്ങ ഒക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ ഇടയിൽ മിക്സിന്റെ ജാറൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റേ ജാറിൽ അരിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വേറെ ജാർക്കിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പൊ അത് അതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളെ കോവക്കൊക്കെ എന്തായിട്ടുണ്ട് നോക്കാം കേട്ടോ. അപ്പൊ അതാ കോവക്കൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതാ കണ്ടില്ല നന്നായിട്ട് തന്നെ കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്രയും നായി കിട്ടിയാൽ മതിയേ. നമുക്ക് ഇതിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം. അപ്പൊ ഞാൻ എന്താ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ആക്കിയിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കറി എത്ര വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കറിന്റെ തിക്നെസ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ
ചെയ്യാട്ടോ. നിങ്ങൾക്ക് ഒന്നും കൂടി ലൂസായിട്ടുള്ള കറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസ് ആക്കിയിട്ട് എടുത്താൽ മതിയേ. പിന്നെ ഈ കറി കുറേ ആണ്ട് ലൂസ് ആയിട്ടുള്ള കറിയല്ല കേട്ടോ, കുറച്ചൊരു തിക്നെസ് ആയിട്ടുള്ള കറിയാണ്. അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. കുറേ ആണ്ട് ലൂസ് ആക്കിയിട്ട് എടുത്താലേ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പൊ ഇതാ ഞാൻ ഇവിടെ തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ കറി അന്നേരം തന്നെ തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എന്താ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇരുന്ന് തിളക്കണതാണ് കേട്ടത്. മൺചട്ടിയിലാകുമ്പോ നമ്മള് തീ ഓഫ് ചെയ്താലും ഇതുപോലെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അതുപോലെ മൺചട്ടിയിൽ കറി ഉണ്ടാക്കി എടുക്കണത്. പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മൺചട്ടിയിൽ ഇതുപോലെ കറികൾ ഉണ്ടാക്കി എടുക്കുമ്പം. നമുക്ക് കറിയും താളിച്ചെടുക്കണേ. അപ്പൊ ഞാൻ എന്താ കറിയും താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി നടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി കട്ട് ചെയ്തതും പിന്നെ അതേ 3 വറ്റൽമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കണ്ടേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ആ ഉള്ളിന്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കണേ. പിന്നെ ചെറിയുള്ളിന്റെ അളവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പൊ ഇവിടെ ഒരു 6 അല്ലി ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതാ നമ്മളെ ഉള്ളിയും വറ്റൽമുളകൊക്കെ ഇതുപോലെ ഒന്ന് കളറൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും ആയി കിട്ടിയാൽ മതിട്ടോ. നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊരു 1/4 ടീസ്പൂണ് എരിവില്ലാത്ത മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണ്ടേ. ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കണ്ട കേട്ടോ. ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കണ്ടേ. ആ പൊടികളെ റോ ടേസ്റ്റ് ഒക്കെ ഒന്നും മാറുന്ന വരെ ഒന്നും വഴറ്റിയെടുക്കുക കേട്ടോ. ഒന്നും മൂപ്പിച്ചിട്ട് എടുക്കണേ. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ പൊടികളെ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ അത് മുഴുവനായിട്ട് ഒന്ന് കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ നമ്മളെ കറിയിൽ ചേർക്കാനുള്ളതാണ് കേട്ടോ. എന്നാലാണ് കറിക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് എടുക്കുക കേട്ടോ കറി. അപ്പൊ ഞാൻ അതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ കോവക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നമുക്ക് ചോറിന്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഒക്കെ എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള കറിയൊക്കെ വെച്ചിട്ട് എപ്പോഴും മേക്ക് പുരട്ടിയും തോരനൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കറിയൊന്നും ഉണ്ടാക്കി നോക്കണ്ടിട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പൊ ഞാൻ എല്ലാവരും കോവക്ക കിട്ടുമ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ നമ്മളെ വെറൈറ്റി ആയിട്ടുള്ള കോവക്ക കറിന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒക്കെ ഒന്ന് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.